വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാനൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാനേ വിട്ടു പോകും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ചെയ്യുന്നില്ല. അപ്പോൾ ചേച്ചി കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ബഹളമൊക്കെയാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തത്തിൽ സൗണ്ട് കേൾക്കുന്നത്. ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ്, മഴയില്ല, വെയിലില്ല, അങ്ങനെ നല്ലൊരു തണുത്ത ക്ലൈമറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ കാണാം കേട്ടോ. ഞാനേ ചായയുടെ കഴിഞ്ഞപ്പോഴാണ് ഒരു കൂടി ബ്രെഡും മുട്ടയും കൂടി പൊരിച്ച് കഴിക്കാൻ. അപ്പം അച്ഛമ്മേനോട് കടയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛമ്മ കടയിൽ പോയിട്ടുണ്ട്. അച്ഛമ്മ വരുന്നതും കാറ്റ് ഈ വഴിയോരത്ത് ഞങ്ങൾ കാറ്റ് നിൽക്കുകയാണ്. നമ്മൾ ആദ്യം പോയത് നമ്മൾ കടയാണ്. അതൊരു ഇടവഴി പോകുന്നത് റോട്ടിക്കാണ്. അതിന് പോയ കടയാണ്. അപ്പോൾ അച്ഛമ്മൊക്കെ വരി ഉണ്ടാവും. അച്ഛമ്മ വന്നിട്ട് വേണം ബ്രെഡും മുട്ടയും കൂടിയിട്ട് പൊരിച്ച് കഴിക്കണം. സത്യം പറഞ്ഞത് ചായ കുടിക്കുന്ന സമയത്തേന്ന് വേണ്ടിയിരുന്നു. പക്ഷേ ഞങ്ങൾ ചായ കുടിക്കാൻ 3:30 ആയിട്ടാണ്. 3:30 ആകുമ്പോൾ കട തുറക്കില്ല. കട തുറക്കണമെങ്കിൽ 4 മണി കഴിയണം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. 4 മണി കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മേൻ്റെ അടുത്ത് പൈസ കൊടുത്തയച്ചു. അപ്പോൾ അമ്മമ്മ വരുന്നത് ഇങ്ങനെ കണ്ണ് നട്ട് നോക്കി നിൽക്കുകയാണ്. കുറേ നേരം നോക്കി അമ്മമ്മയെ കാണാമല്ലോ കേട്ടോ. ഇനിയിപ്പോൾ കട തുറക്കാഞ്ഞിട്ടാണോ എന്താണെന്നാവുന്ന അങ്ങനെ വിചാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആൾ വന്നതും അങ്ങനെ അച്ഛമ്മ വന്നിട്ടുണ്ട്. അമ്മമ്മ കിട്ടിയില്ലേ? അമ്മമ്മ കിട്ടിയാ? ഇപ്പുറത്ത് ബാത്റൂമിൻ്റെ പണി കേമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം പണി ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അച്ഛനും കൂടുതലാളും കൂടി ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അത് നമ്മളെ പഴയ ബാത്റൂം ബാത്റൂം അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി. ഇവിടെ നിന്ന് വിറക് വര ഉണ്ടായിരുന്നു. വിറക് വര അങ്ങോട്ട് മാറ്റി. ഇനി ഇവിടെ കൊട്ടത്തളമാണ്. കൊട്ടത്തളത്തെ സ്ഥലത്താണ് ഇപ്പോൾ ബാത്റൂം വെക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ബ്രെഡും മുട്ടയും കൂടിയിട്ട് മുട്ടയിൽ ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ എടുക്കില്ല ആ സംഭവം. ഓൾറെഡി ചായടി കഴിഞ്ഞതാണ്. എന്നാലും ഒരു വന്നാൽ പിന്നെ അത് വെച്ചുകൊണ്ട് ചെയ്യും. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടാക്കലും കഴിക്കലും ഒപ്പം കഴിയും. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ തരുള്ളൂ പറഞ്ഞിട്ട് കുട്ടികളെ തന്നെ കളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അന്നൂട്ടിക്ക് അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിയാണ്. അല്ലെങ്കിലും അങ്ങനെ അവരേനെ കളിക്കാൻ വേണ്ടി വിട്ടിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പൊരിച്ചെടുത്തു. അങ്ങനെ ഇത് സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ സാധാരണ മുട്ടയും ബ്രെഡും കൂടി ചിക്കിയിട്ടും ഉണ്ടാക്കും. അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ ബ്രെഡ് ഓംലെറ്റ്സ് ഉണ്ടാക്കും. ഇതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അങ്ങനെ ആയിട്ട് അമ്മ അച്ഛനും പിന്നെ കഴിക്കണുള്ളൂ പറഞ്ഞു. പിന്നെ ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ പോയിട്ട് ചക്കനെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കാൻ കൊടുക്കൽ കഴിഞ്ഞിട്ട് അടുത്ത് പോത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അനുവദിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചേച്ചിയും കൂടിയിട്ട് പോത്തിനാട്ടം വടിയൊക്കെ കൊണ്ടാണ് പോണേ. ചെല്ലുമ്പോഴേക്കും പോത്ത് പോവാതിരുന്നാൽ മതിയാന്ന് അല്ലേ ചേച്ചി? ഒരു ഉമ്മ വരുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലേക്ക് ഇടവഴി എത്തിയപ്പോൾ അമ്മ പറയാ, നിങ്ങളെൻ്റെ പോത്തിൻ്റെ വീട്ടിൽ പോയിട്ട് മുളച്ചിട്ടാണ് വരുന്നത്. അത്രയും സമയമായിട്ടുണ്ട് അമ്മീനും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വീട്ടിലേക്ക് എത്തി. അച്ഛത് അവിടെ ഇരിക്കണു. ഒരുമാതിരി ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെ TV ആണുണ്ട്. അമ്മ അതവിടെ കുറച്ച് തുണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തോരണം. അപ്പം അത്ര പണികളൊക്കെ തന്നെയുള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും. പിന്നെ സാറ്റർഡേ സൺഡേ ബിഗ് ബോസ് ഇഷ്ടമാണ്. അപ്പം അത് കാണണമെന്നുണ്ട്. അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെന്താ, നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.